ഇത് വരാത്തെന്താണ്? വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. മോശം. ഹലോ, അയ്യോ, പാലെടുക്കാൻ മറന്നുപോയേ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. തുടക്കം തന്നെ പാളിയല്ല. പാല് മുല്ലപ്പോയി നോക്കിയ സമയം എങ്ങനെ അറിയാനാ? 5 മിനിറ്റ് കഴിഞ്ഞേ. ഡ്രസ്സൊക്കെ മാറി എന്നെക്കാളും എടുക്കണല്ലേ? ഇതെന്താ ഇവിടെ മണം കൊണ്ട് റൂം മാറി പോവാ? വന്നേ, കിടക്കവിടെ. എന്തിനാണ് കരയണത്? ഇതാണ് ഫസ്റ്റ് നൈറ്റ്. കരച്ചിനെടുത്തിട്ട് ആപ്പിളൊക്കെ എടുത്ത് തിന്നാൻ നോക്ക്. അതെ, ഇതെന്താണ് സിനിമയിലെ പോലെ ശല്യം ചെയ്യാൻ വന്നായിരുന്നു? വാ. എന്ത് പറ്റി മോളെ? സത്യമായിട്ടും ഹിന്ദു ആന്ന് കരുതിയിട്ടാ. നിനക്കെങ്കിലും വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നീ ഹിന്ദു അല്ലാന്ന്. അതിന് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആദ്യം ഞാൻ വാ പൊത്തിയത്, പിന്നെ വിട്ടായിരുന്നു. ഞാൻ ചേട്ടന് കൊടുക്കാനുള്ള പാലെടുക്കാൻ വേണ്ടി പോയതാ. ഒരു 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ ഞാൻ പോയിട്ട്. വേറെ 5 മിനിറ്റ് എന്നാലും എന്റെ അളിയാ, ഇത്ര ആക്രമണം വേണ്ടായിരുന്നു. ബോസേ, എന്നാലും 2 ഭാര്യമാരുള്ള ഒരു രസമല്ലേ? എന്ത് രസം? ഒരു രസവും ഇല്ല. രണ്ടിന്റെ മോന്ത ഒരുപോലെ ഇരിക്കണത്. അയ്യോ, ദേവന്നാ മരം കൊത്തി. അതാര് ബോസേ? അതാണ് ഈ പറഞ്ഞ അളിയൻ. അതെ, അവൻ വന്ന് വെച്ച് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്റെ അളിയൻ ഇതെങ്കിലും അടിക്കുവോ? ഹരിയേട്ടന് ഇപ്പൊ തോന്നിയ സംശയം ഉണ്ടല്ലോ, ആ സംശയം വെച്ചെടുത്താ അടിക്കില്ല. പ്രതീക്ഷയോടുകൂടി എടുക്കേണ്ട ഒരു സാധനമാണ് ലോട്ടറി. ആ, എങ്കിൽ പ്രതീക്ഷയോടെ ഒന്ന് എടുത്തേക്കാം. ഇതാ ദേവന്റെ ലോട്ടറി കട. ദേവാ, നിന്റെ ഫ്രണ്ടിനോട് ഇറക്കിയിട്ടുണ്ടാ? ആരോ ഗോപിയേട്ടാ? ഞാനാ, കല്യാണി. ഇവിടെ അടുത്ത നമ്മുടെ ഷോപ്പിൽ ഒരു സ്റ്റാഫിനെ കാണാൻ വന്നതാ. ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. വെറുതെ അന്വേഷിച്ചപ്പോ ഇവിടെ അടുത്ത ദേവന്റെ ഷോപ്പെന്ന് അറിഞ്ഞു. പിന്നെ ഒരു കോഫിയുടെ കടം ബാക്കിയുണ്ടല്ലോ, അതങ്ങ് വീട്ടേക്കാന്ന് വെച്ചു. എങ്കില് നമുക്ക് അബുക്കാന്റെ കടയിൽ നിന്നായാലോ? ആയിക്കോട്ടെ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? പാപ്പാ, ഓ എന്നതാടാ? ഞാൻ ചന്തയിൽ പോവാ. ഓ അബൂക്ക, ആ മോനോ? ഒരു ഗസ്റ്റ് ഉണ്ട്. കണ്ട് കണ്ട് കേറിയിരിക്കേ. കല്യാണി സൂക്ഷിച്ചേ.
അബുക്ക തീരെ ഐറ്റം വേണ്ട കേട്ടോ, 2 കോഫി. ശരി മോനെ. ഇവിടെ ഉള്ളവരെല്ലാം ദേവന്റെ കൂട്ടുകാരാ. ലോകം മുഴുവൻ നമ്മുടെ കൂട്ടുകാരല്ലേ കല്യാണി. കണ്ണ് കാണാൻ വയ്യാത്ത ആളെ ആരെങ്കിലും ഉപദ്രവിച്ചതായി അറിയോ? ഉണ്ടല്ലോ, അതാരെ? എന്നെ മോളിൽ വെച്ച് ഒരാൾ ഇടിച്ചിട്ടുണ്ടല്ലോ. ആ ദേവാ, നിന്റെ പെങ്ങളുട്ടിയാ? അല്ലേക്ക, എന്റെ ഫ്രണ്ടാ. ഈ മോക്ക് കണ്ണ് കാണാഞ്ഞപ്പോ ഞമ്മളോർത്ത് നിന്റെ ആ പെങ്ങളുട്ടിയായിരിക്കുന്നു. ദേവന്റെ സിസ്റ്ററും ഇങ്ങനെയാണോ? 2 പെങ്ങന്മാരുണ്ട്, അതിലൊരാള് നമ്മുടെ ടീമാ. ഏറ്റവും ഇളയവളെ ദൈവം തുണച്ചു. ഒരു സർജറി നടത്താനുണ്ട്, ചിലപ്പോ അവൾക്ക് ലോകം കാണാൻ ഭാഗ്യമുണ്ടാവും. വരുമെന്ന് പറഞ്ഞിട്ട് കാണാനില്ലടാ. ഇനി വരാതിരിക്കോ? വരുന്നില്ലെങ്കിൽ വിളിച്ചേനെ. നിന്റെ മട്ടഭാവം കണ്ടാത്തൊന്നും നീ കണ്ണുറച്ച് കല്യാണിനെ കാണാൻ പോണെന്ന്. ഞങ്ങള് കാണാറില്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും? ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് കേട്ടാ, നിനക്ക് കാഴ്ചയിലെന്ന് പറയണ കള്ളോണെന്ന്. ഡമാണി, നീ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാൻ പറ്റുമോ? കാണണമെങ്കിലേ എന്നെയും കല്യാണിയും പോലെ ആവണം. മര്യാദ ഇരിക്കണ എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണോന്ന്. ഒന്ന് പോടാ. പിന്നെ നീ പറ. എല്ലാരും പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ കണ്ണടയ്ക്കുന്നത്? അതിപ്പോ എനിക്കറിയാമല്ല. ഈശ്വരനെ കാണണമെങ്കിലേ ആദ്യം കണ്ണടച്ച് ഇരുട്ടാക്കണം. ആ ഇരുട്ടിൽ ആത്മാവിൽ നിന്ന് ഈശ്വരൻ എത്തും. ശരിക്കും കാണാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന പോലെ ഈശ്വരൻ ഒരു രൂപമല്ല, അതൊരു ഫീലാ. ഈ മഞ്ഞുതുള്ളി നെറ്റി വീഴുമ്പോ നനുത്ത ഒരു കുളിരില്ലേ, അതുപോലൊരു ഫീൽ. എവിടേക്കാ രണ്ടുപേരും? ഇന്ന് ചേച്ചിയുടെ പിറന്നാളല്ലേ ഏട്ടാ? അമ്പലത്തിലേക്കാണെങ്കിൽ ഞാനും വരാം. സാരല്ലേ ഏട്ടാ, ഞങ്ങള് കാറിൽ പൊക്കോളാം. വേണ്ട, എന്റെ വണ്ടിയിൽ പോവാം. വാ. കല്യാണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് മാറി നിക്കണതാ ബുദ്ധി. അവളുടെ ആ ചേട്ടൻ തണ്ടി കൂടെ ഉണ്ട്. ഞാനിപ്പോ എത്തും, നിങ്ങളവിടെ വെയിറ്റ് ചെയ്താൽ മതി. പറഞ്ഞ പോലെ കല്യാണി വന്നുട്ടാ. ഹൃദയം അകലുമ്പോൾ നീയും നീ എന്നടയാദീപം ഞാൻ നിന്നെരിയും. ചേച്ചി, ദേവേട്ടനെ കണ്ടില്ലല്ലോ. ഭഗവതി, ദേവനൊന്നും സംഭവിക്കരുത്.